എം.എ. യൂസഫ് അലിയുടെ ഒരു വിമാനം വിൽക്കുന്ന വാർത്ത നമ്മൾ ഏതാനും ദിവസം മുമ്പ് ചെയ്തു. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല. എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടായിട്ടുണ്ടോ? അല്ല, വിമാനം വിറ്റ് പോയിട്ടില്ല ഇപ്പോഴും? ഇല്ല, വിമാനം വിറ്റ് പോയിട്ടില്ല. അതുകൊണ്ടാണ് വാർത്തയാവാത്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരുപാട് പ്രേക്ഷകർ നമ്മോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് യൂസഫ് ബായി ഈ വിമാനം വിൽക്കുന്നത്? അദ്ദേഹത്തിന് സാമ്പത്തിക പ്രതിസന്ധിയൊന്നുമില്ല. ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം വികസിച്ചും വളർന്നും കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലല്ല, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ അതിവേഗത്തിൽ വളരുന്ന ഒരു ബിസിനസ് എംപയറിൻ്റെ ഉടമയാണ് യൂസഫ് അലി. നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യക്കാകെ വേണ്ടി ചെയ്യുന്ന സംഭാവനകൾ നിർണായകമാണ്. കേരളത്തിൽ മാത്രമല്ലല്ലോ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലുലു ആണെങ്കിൽ കാശ്മീരിലും യു പിയിലും ലക്നൗവിൽ, എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ലുലു മാൾ ഇപ്പോൾ ലക്നൗവിലാണെന്ന് പറഞ്ഞു കേട്ടു. അങ്ങനെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ സാമ്പത്തിക നിക്ഷേപം നടത്തി ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുത്ത് അനുസ്യൂതം വളരുകയാണ്. ചിലരൊക്കെ പറയും യൂസഫ് അലി ഈ മറ്റേ ലുലു ഒക്കെ തുടങ്ങുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റ് സമുദായങ്ങൾ കൂടുതലുള്ള ജില്ലകളിൽ തുടങ്ങി അവിടുത്തെ സ്ഥാപനങ്ങളൊക്കെ പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്ന ദോഷക ദൃക്കുകളുണ്ട്. അദ്ദേഹം കോഴിക്കോട് തുടങ്ങിയിട്ടുണ്ട്, ലുലു തിരൂർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെറുതെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അന്ധമായ ചില പ്രചാരണങ്ങൾ അദ്ദേഹത്തിനെതിരെ നടന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് കാണണം എല്ലാത്തിനെയും. അദ്ദേഹം ഈ പറയുന്ന പോലെ, ഞാൻ ഒരിക്കൽ കുറേ കാലം മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, എറണാകുളത്ത് രാജേന്ദ്ര മൈതാനത്താണ് അദ്ദേഹം വന്ന് പ്രസംഗിക്കുന്ന ഒരു യോഗം കണ്ടു. അത് ഒരു ഇസ്ലാമിക സ്വഭാവത്തിലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടൊരു യോഗമാണ്. കുറേ വർഷം കണ്ടു, 10 വർഷത്തെങ്കിലും അപ്പുറത്തായിരിക്കും, 10 വർഷമെങ്കിലും ആയിരിക്കണം മിനിമം. അദ്ദേഹം പറയുന്നു ഇങ്ങനെയാണ്, നമ്മൾ നമ്മുടെ സത്വത്തിൽ അഭിമാനിക്കണം. പക്ഷേ നമ്മുടെ സ്വത്വം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇന്ത്യയിലേക്ക് ഇസ്ലാം വന്നത് എങ്ങനെയാണ്. ഈ നാട്ടിൽ ആദ്യം വരുമ്പോൾ ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാരുണ്ടായിരുന്നത്. അവർ നമ്മളെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. അവർ നമുക്ക് വീട് തന്നു, കച്ചവടം നടത്താൻ അവസരം തന്നു, നമുക്ക് വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ തന്നു. അങ്ങനെയാണ് ഇസ്ലാം വളർന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ കൾച്ചറുമായി ഇഴുകിച്ചേർന്ന ഒന്നാണ് ഇന്ത്യയിലെ ഇസ്ലാം. പക്ഷേ അത് നിർഭാഗ്യവശാൽ അത് വഴിമാറി വേറെ തരത്തിലൊക്കെ ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്ന തരത്തിലേക്ക് വളർന്നു മാറി. അത് വേറെ രാഷ്ട്രീയമാണ്. അപ്പോൾ പോലും നമ്മുടെ പൈതൃകം, ഭാരതത്തിൻ്റെ സംസ്കാരം, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആളാണ് യൂസഫ് അലി. അദ്ദേഹം ഒരിക്കലും ഈ പറഞ്ഞ പോലെ മുസ്ലിമാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തെ ഒരു പ്രത്യേക കള്ളിയിലോ ചാപ്പയിലോ ഒന്നും ചാപ്പ കുത്തിയൊന്നും പെടുത്താൻ പറ്റില്ല. കാരണം അദ്ദേഹം ജാതി മതങ്ങൾ വ്യത്യാസം നോക്കാതെ ഒരുപാട് ആളുകളെ സഹായിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ ശരിക്കും ഒരു മതേതര സ്വഭാവത്തിൽ നടന്നു പോകുന്ന ബിസിനസ് സ്ഥാപനങ്ങളാണ്. ലുലു ആവട്ടെ, യൂസഫ് അലിയുടെ മറ്റു കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്ക് മലയാളിക്ക് അഭിമാനപൂർവ്വം എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു ഐക്കണാണ് യൂസഫ് അലി എന്നതിൽ ഒരു തർക്കമില്ല. പിന്നെ അദ്ദേഹം ഈ ചില ആളുകൾക്ക്, തീവ്ര വർഗീയത കൊണ്ട് നടക്കുന്ന ആളുകൾക്ക്, അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹത്തോട് നീരസം തോന്നുന്നവരുണ്ടെങ്കിൽ അതിന് ചികിത്സ ആവശ്യമാണ്. നമ്മൾ ഈ മനുഷ്യനെ മനുഷ്യനായി കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എല്ലാ മതങ്ങളും അങ്ങനെ പഠിപ്പിക്കണം. പഠിപ്പിക്കാത്ത മതങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ വിമാനം വിറ്റത് എന്ന ചോദ്യം. നമ്മളെപ്പോഴാണ് നമ്മുടെ കാറ് വയ്ക്കുന്നപ്പോഴാണ്, നമ്മുടെ സ്കൂട്ടർ വയ്ക്കുന്നപ്പോഴാണ്, നമുക്ക് മറ്റൊന്ന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒന്ന് വരുമ്പോൾ നമുക്കിത് കംഫർട്ടബിൾ ആയിരുന്നു. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വിമാനം 12 സീറ്ററോ വിമാനം മറ്റാണെന്ന് തോന്നുന്നു, ഗൾഫ് സ്ട്രീം 550 എന്ന് പറയുന്ന വിമാനം. അതിനു മുമ്പ് അദ്ദേഹം ലെഗസി എന്ന് പറഞ്ഞൊരു വിമാനമാണ് ഉപയോഗിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ 2016 മുതൽ തുടർച്ചയായി 8 വർഷമാണ് ഗൾഫ് സ്ട്രീം കമ്പനിയുടെ 5550 എന്ന് പറയുന്ന വിമാനം, A6YMA രജിസ്ട്രേഷൻ നമ്പറുള്ള വിമാനം 16 പേർക്ക് യാത്ര ചെയ്യാവുന്നതാണ്. 16 പേർക്ക് യാത്ര ചെയ്യാവുന്ന ആ വിമാനം അദ്ദേഹം ഉപയോഗിച്ച് ഏതാണ്ട് 3120 മണിക്കൂറുകൾ ആ വിമാനം പറന്നിട്ടുമുണ്ട്. അത് ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ള വിമാനമായിരുന്നു. ഇപ്പോൾ നമ്മൾ 8 വർഷം ഉപയോഗിച്ച ഒരു വിമാനം അദ്ദേഹത്തിനെ പോലെയുള്ള ഒരാൾക്ക് മാറ്റണം എന്ന് തോന്നിയാൽ മാറ്റാൻ വേണ്ടിയിട്ട് അത് പരസ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വാങ്ങാൻ ആൾ വന്നിട്ടില്ല 13 മാസം കഴിഞ്ഞിട്ട്. പക്ഷേ അതുകൊണ്ട് കാത്തിരിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് സഞ്ചരിക്കട്ടെ. അദ്ദേഹത്തിന് സ്വന്തം വിമാനമുണ്ട്, സ്വന്തം സൗകര്യത്തിന് കാത്തിരിക്കാതെ എയർപോർട്ടിൽ പോയി ടിക്കറ്റ് എടുത്ത് 3 മണിക്കൂർ മുമ്പ് വന്ന് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പോകണ്ടല്ലോ. സ്വന്തം വിമാനം ഉണ്ടെങ്കിൽ അത്യാവശ്യം സുരക്ഷാ പരിശോധനകൾ കഴിഞ്ഞ് പാസ്പോർട്ട് വെരിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞാൽ കയറി അങ്ങ് പോവാം. സ്വന്തം സമയത്ത് കയറി പോവാം. അതൊരു സൗകര്യമാണ്, അങ്ങനെ പോകണം. കാരണം ഇവരുടെയൊക്കെ ഈ രവിപിള്ളി ആവട്ടെ, യൂസഫ് അലി ആവട്ടെ, അല്ലെങ്കിൽ കല്യാൺ സ്വാമി ആവട്ടെ, നമ്മുടെ നാട്ടിൽ വിമാനമുള്ള ഇവരൊക്കെയാണല്ലോ മലയാളികൾ. അവർക്ക് മേനോനാവട്ടെ, ഇവർക്കൊക്കെ
വിമാനം ഉണ്ടാവുക, വിമാനം എന്തുകൊണ്ട് വാങ്ങുന്നു? ആഡംബരത്തിന്. വീടിൻ്റെ മുന്നിൽ ഇടാൻ പറ്റുമല്ലോ. നമ്മൾ ആനയെ ചിലർ വാങ്ങും, വാങ്ങിയിട്ട് വീടിൻ്റെ മുന്നിൽ ആനയെ കെട്ടിയിടും. എന്തിനാണ്? വീടിൻ്റെ മുന്നിൽ ഒരു ആന ഉണ്ടാവട്ടെ, 10 ആൾ കാണട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത് വിമാനം മേടിച്ചിട്ട് വീടിൻ്റെ മുന്നിൽ ഇടാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് വളരെ ദൂരെയുള്ള എയർപോർട്ടിൽ അവിടെ തറവാടക, വിമാനം ഇടുന്നതിന് കാശ് കൊടുക്കണം എയർപോർട്ടിൽ, വാടകയും കൊടുത്തിട്ടിരിക്കുകയാണ്. അങ്ങനെ മോടി കാണിക്കാനോ ഡമ്പ് കാണിക്കാനോ അല്ല വിമാനം പിടിക്കുന്നത്. കാരണം മിനിറ്റുകൾക്ക്, ഓരോ മിനിറ്റുകളും യൂസഫ് അലിയുടെയോ അല്ലെ രവി പിള്ളയുടെയോ അല്ലെ കല്യാൺ സ്വാമിയുടെയോ അങ്ങനെ വിമാനമുള്ള മലയാളികളുടെ അല്ലെ മേനോൻ ഇവരുടെയൊക്കെ എടുത്തു നോക്കൂ, അവരുടെയൊക്കെ ഓരോ മിനിറ്റിനും വിലയാണ്. ആയിരക്കണക്കിന് ഡോളറുകളുടെ വിലയുണ്ട്. അതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്താനില്ല. അതിവേഗത്തിൽ സഞ്ചരിക്കേണ്ടി വരും. കരതലാമലകം പോലെ, ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ ലോകം ചുരുങ്ങി നിന്നാലേ ഇവർക്ക് ഇവരുടെ ബിസിനസ് കാര്യങ്ങൾ നേടാനും നടത്തിക്കൊണ്ടു പോകാനും പറ്റും. അതുകൊണ്ട് സ്വാഭാവികമായും പുതിയ വിമാനങ്ങൾ വേണം, പഴയ വിമാനം മാറ്റണം. പിന്നെ യാത്രയിൽ സുരക്ഷിതത്വം വളരെ പ്രധാനമാണല്ലോ. 8 വർഷം കഴിഞ്ഞ് പഴക്കമുള്ള വിമാനം റീപ്ലേസ് ചെയ്ത് പുതിയ ഒരെണ്ണം വാങ്ങുന്നത് തെറ്റൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം പുതിയ വിമാനം ഓൾറെഡി വാങ്ങിച്ചു കഴിഞ്ഞു. ഇത് വിറ്റ് പോയിട്ട് അതിൻ്റെ കാശും ബാക്കി കുറച്ചുകൂടി ഇട്ട് വാങ്ങാം എന്നൊന്നും കരുതേണ്ട ആവശ്യം യൂസഫ് അലിക്കില്ല. അദ്ദേഹം ഗൾഫ് സ്ട്രീം G600 അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന ഗൾഫ് സ്ട്രീം G550 എന്നുള്ള വിമാനമായിരുന്നു. അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിമാനം വന്നപ്പോൾ അദ്ദേഹം G600 എന്ന് പറയുന്ന വിമാനം വാങ്ങിച്ചു. അത് ഈ പറയുന്ന പോലെ 6000 നോട്ടിക്കൽ മൈൽ പറക്കാൻ ശേഷിയുള്ള 19 സീറ്ററാണ്. നേരത്തെ 16 സീറ്ററാണെങ്കിൽ ഒരു 3 ആൾ കൂടെ എക്സ്ട്രാ കയറാൻ പറ്റുന്ന കുറച്ചുകൂടെ വലിയ വിമാനമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആ വിമാനം ത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഞ്ചാരം. അപ്പോൾ യൂസഫ് അലി എന്തുകൊണ്ട് വിമാനം വിറ്റു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. അദ്ദേഹത്തിന് കൂടുതൽ സുരക്ഷിതമായി, കൂടുതൽ സൗകര്യപ്രദമായി പറക്കാൻ പറ്റുന്ന പുതിയൊരു വിമാനം വേണം. ആ വിമാനം ഓൾറെഡി വാങ്ങിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന വിമാനത്തിൻ്റെ വിൽപ്പന, പഴയ വിമാനം വിറ്റിട്ടില്ല. അത് വിൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഏജൻസിയെയാണ് ഏൽപ്പിച്ചത്. 3 ഏജൻസികളുണ്ടായിരുന്നു. അതിൽ ഒരു ഏജൻസി പിന്മാറി. ഇപ്പോൾ ഗ്ലോബൽ എയർ കൺട്രോൾ എന്ന് പറയുന്ന 2 ഏജൻസികളുടെ പരസ്യത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ വിമാനം, പഴയ വിമാനം ഗൾഫ് സ്ട്രീം G550 എന്നുള്ള വിമാനം പറക്കാനുള്ള വിൽക്കാനുള്ള പരസ്യം ഇപ്പോഴും ലഭ്യമാണ്. ഏതാണ്ട് 12,363 കിലോമീറ്റർ ഫുൾ ടാങ്ക് അടിച്ചാൽ പറക്കുന്ന വിമാനമാണ് ഈ പഴയ വിമാനം. അപ്പോൾ സ്റ്റാൻസൺ ആൻഡ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ അവരുടെ വെബ്സൈറ്റിൽ ഈ വിമാനം വിൽക്കാൻ വേണ്ടിയിട്ട് പരസ്യം ചെയ്തിരുന്നുവെങ്കിലും അത് അവർ പിന്നീട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വിമാനത്തിന് 350 കോടി രൂപയ്ക്ക് വാങ്ങിയ വിമാനമാണ്. ഇപ്പോൾ അത് വിൽക്കാൻ വെച്ചിരിക്കുന്നത് 213 കോടിക്കാണ്. 213 കോടി 64 ലക്ഷത്തി സംതിങ് രൂപയ്ക്കാണ് ഈ വിമാനം വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമായിട്ട് വാങ്ങാം. ഈ പറഞ്ഞ പോലെ വിമാനം വാങ്ങൽ എന്ന് പറയുന്ന അത്ര ചെറിയ കളിയൊന്നുമല്ല. 213 കോടി വേണം. 213 കോടി മുടക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ട് ഇടാൻ പറ്റത്തില്ല. പിന്നെ മെയിൻ്റനൻസ് വേണം. ഓരോ 96 മാസം കഴിയുമ്പോഴും 96M എന്ന് പറയുന്ന ഒരു പരിശോധനയുണ്ട്. ആ പരിശോധന എന്ന് പറഞ്ഞാൽ അതിൻ്റെ സകല ഭാഗങ്ങളും അഴിച്ചെടുത്ത്, നട്ടും ബോൾട്ടും ഫ്യൂവൽ ടാങ്കും എല്ലാം അഴിച്ചെടുത്ത് റീഫിറ്റ് ചെയ്യലാണ്. അതിനുവേണ്ടി 3000 മണിക്കൂറുകൾ വേണ്ടി വരും ഈ 96M എന്ന് പറഞ്ഞ പരിശോധന നടത്താൻ. അതിന് വേണ്ട 1,35,00,000 രൂപ അതിന് വേണം. ഓരോ 96 മാസം കഴിയുമ്പോഴും അത് ചെയ്യണം. പിന്നീട് ഇത് എവിടെയെങ്കിലും ഇപ്പോൾ അമേരിക്കയിലെ സവേന ഹിൽട്ടൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഈ വിമാനം പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ പാർക്കിംഗ് ഫീ കൊടുക്കണം. അതും ചെറിയ തുകയൊന്നും, ലക്ഷങ്ങൾ കൊടുക്കണം ഓരോ മാസവും പാർക്ക് ചെയ്യുന്നതിന്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് വിമാനം വാങ്ങി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശേഷിയുള്ള ആളുകൾ മാത്രമേ മുന്നോട്ട് വരുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ, ഒരുപക്ഷെ അത് ശേഷിയുള്ള ആളുകളുടെ പക്കലൊക്കെ വിമാനം ഉണ്ടായിരിക്കും. അതെ, മനസ്സിലായില്ല? അപ്പോൾ ഈ വിമാനം ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കിപ്പോൾ ഇനിയൊരു വിമാനം വാങ്ങുമ്പോൾ, യൂസഫ് ഭായി ആണെങ്കിൽ തന്നെയും ഈ വിമാനം വാങ്ങിയിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വാങ്ങാനല്ല നോക്കിയത്, പുതിയൊരു വിമാനം വാങ്ങാനാണ് നോക്കിയത്. നമ്മൾ താമരാഷൻ്റെ മകൻ്റെ കഥ പറഞ്ഞിരുന്നു. താമരാഷൻ്റെ മകൻ ഒരു കിറ്റ് വാങ്ങിയിട്ട് വിമാനം ഉണ്ടാക്കിയ കഥ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. അത് പറപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ വിമാനം പുതുതായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്നാൽ ഒരു പുതിയ ഒരെണ്ണം വാങ്ങാൻ ശേഷിയുമില്ല. അങ്ങനെ ആരെങ്കിലും വന്നാൽ ഒരു പക്ഷേ 213 കോടി രൂപ കൊടുത്തിട്ട് യൂസഫ് അലിയുടെ വിമാനം വാങ്ങുമായിരിക്കും. പിന്നെ വേറെ ചില ആളുകളുണ്ട്. നമ്മളൊരു കാറ്, സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങുമ്പോൾ, ഇപ്പോൾ ഈ ഡോക്ടർമാർ ഉപയോഗിച്ച കാറാണെങ്കിൽ കൊള്ളാം, അതങ്ങനെ അലന്ന ഓട്ടം ഒന്നും ഓടിയിട്ടില്ല എന്നൊരു സങ്കല്പം. അത് വെറുതെയാണ്. ഇപ്പം എല്ലാ കാറിലും ഡോക്ടറുടെ സിക്കർ. പക്ഷേ ഇപ്പം വേറെ ഗ്യാരണ്ടി ഉണ്ട്. ഇപ്പം നമ്മുടെ ഹൈക്കോടതി ജഡ്ജിമാർക്ക് വേണ്ടിയിട്ട് 10-30-30-ലേറെ പുതിയ വണ്ടികൾ വാങ്ങാൻ പോവാം.
ഹൈക്കോടതി ജഡ്ജിമാർക്ക് വേണ്ടിയിട്ട്. അവർ ഉപയോഗിക്കുന്ന ഇന്നോവ ക്രെസ്റ്റയാണ്. ആ. ആ വണ്ടികളിൽ ലേലത്തിൽ വെക്കും. അത് വാങ്ങിച്ചാൽ നന്നായിരിക്കും. അത് നന്നായിരിക്കും. അധികം ഓടിയിട്ടുണ്ടാവത്തില്ല. കൃത്യമായ മെയിൻ്റനൻസ് ഉണ്ടാവും. മെയിൻ്റനൻസിന് ടയോട്ടയിലൊക്കെ കൊണ്ടുപോയാൽ ഒന്നാന്തരം സർവീസ് കൊടുക്കും. ജഡ്ജിയുടെ വണ്ടിയാണ്. അപ്പോൾ വലിയ താമസമില്ലാതെ ഹൈക്കോടതി ഇപ്പം ജഡ്ജിമാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 10-30 വണ്ടികൾ ലേലത്തിന് വെക്കും. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് മേടിക്കാം. അപ്പോൾ ഒരു ഇൻഫർമേഷൻ കൂടെ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ വണ്ടികൾ ഉറപ്പിച്ച് ധൈര്യത്തോടെ. പണ്ട് ഈ കോണ്ടസ കാറിനെ കണ്ടിരുന്നോ? ഓർക്കുന്നുണ്ടോ? കോണ്ടസ കാറ് ഹൈക്കോടതി ജഡ്ജിമാർക്ക് കോണ്ടസ ആയിരുന്നു. അത് കഴിഞ്ഞ് മിത്സുബിഷിയുടെ ലാൻസ്, കോണ്ടസ മാറിയിട്ട് പിന്നെ വന്നത് ലാൻസർ കാറായിരുന്നു. ലാൻസർ കഴിഞ്ഞിട്ടാണ് ഇന്നോവ വന്നത്. ഇന്നോവയുടെ ഏറ്റവും പുതിയ മോഡലാണ് ഇപ്പോൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് 4-5 വർഷം കഴിഞ്ഞെന്ന് തോന്നുന്നു. ക്രിസ്റ്റ ഇറങ്ങിയിട്ട് 4-5 വർഷമല്ലേ ആണ്. പക്ഷെ അത് ഈ ജഡ്ജിമാരുടെ വണ്ടി ആയത് കാരണം അനാവശ്യമായ ഓട്ടമൊന്നുമില്ല. അത് ഈ പറഞ്ഞ പോലെ റേസിനൊന്നും പോകത്തില്ല. അപ്പോൾ നല്ല വണ്ടിയാണ് എന്ന് പറയുന്ന പോലെ യൂസഫ് ഭായി ഉപയോഗിക്കുന്ന വിമാനം എന്ന് പറഞ്ഞാൽ അത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് പക്കയായിരിക്കും. അത്യാവശ്യ യാത്രകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഇതുവരെ ഞാൻ പറഞ്ഞ കിലോമീറ്റർ നോക്കൂ, 3120 മണിക്കൂറുകൾ മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. എത്ര കഴിഞ്ഞ 2016 വാങ്ങിയ വിമാനം 3120 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ വിമാനം പെർഫെക്റ്റാണ്. ഒരു പുതിയ വിമാനം പോലെ ധൈര്യമായി വാങ്ങാവുന്ന വിമാനമാണ് യൂസഫ് അലിയുടെ വിമാനം. ഏതായാലും ആ വിമാനം എത്രയും പെട്ടെന്ന് വിൽക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കാരണം എന്തൊക്കെയാണെങ്കിലും മണി ഡഡല്ലേ, 213 കോടി എന്ന് പറയുമ്പോൾ 213 213 കോടി എന്ന് പറയുന്നൊരു വലിയൊരു തുകയാണ്. അത് 8 മാസമായിട്ട് ഒരിടത്ത് നിർത്തിയിട്ടിരിക്കുകയാണ്. അല്ല, അത് കഴിഞ്ഞ ദിവസം ജൂലൈ 2 വിമാനം ഒന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ വെറുതെ നിർത്തിയിട്ടാൽ അതിന് പ്രശ്നം ഉണ്ടാവും. ഇടയ്ക്ക് പറക്കണമല്ലോ. അതുകൊണ്ട് ജൂലൈ 2 അവസാനം ഇതൊന്ന് രാവിലെ 10:37 ടേക്ക് ഓഫ് ചെയ്തിട്ട് 12:40 വീണ്ടും തിരിച്ചിറങ്ങിയതായിട്ട് രേഖകൾ കാണുന്നുണ്ട്. അപ്പോൾ വിമാനം ഇപ്പോഴും നല്ല പക്കാ കണ്ടീഷനിലുള്ള വിമാനമാണ്. അത് ഇപ്പോഴും വിൽപ്പനയ്ക്ക് ലഭ്യമാണ്, വാങ്ങാം. ഏതായാലും ഈ വിമാനം 213 കോടി രൂപ വിറ്റിട്ട് യൂസഫ് അലിക്ക് അത്യാവശ്യ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അത് പക്ഷേ വിറ്റ് കിട്ടിയാൽ അതിലൊരു നല്ല ശതമാനം അദ്ദേഹം നിശ്ചയമായും അർഹരായ ആളുകൾക്ക് സഹായിക്കാൻ കൊടുക്കുന്നുള്ള ഉറപ്പാണ്. ഇപ്പം നമ്മൾക്കറിയാം, ഈ പത്തനാപുരത്തെ ഗാന്ധി ഭവനിലെ ഈ വൃദ്ധരായ ആളുകൾ, ഉപേക്ഷിക്കപ്പെട്ട ആളുകളൊക്കെ കഴിയുന്ന ഒരു സ്ഥാപനം, നമ്മുടെ സോമരാജനും അദ്ദേഹത്തിൻ്റെ മകൻ അമലും എല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന സ്ഥാപനമാണ്. എനിക്കറിയാം അവരെ. അത് എന്ത് നല്ല നിലവാരത്തിൽ നടന്നറിയാം. എല്ലാ വർഷവും ഗണ്യമായൊരു തുക യൂസഫ് അലി അവിടെ കൊടുക്കുന്നുണ്ട്. അവിടുത്തെ കെട്ടിടങ്ങൾ പലതും നിർമ്മിച്ചു കൊടുത്തത് യൂസഫ് അലിയാണ്. അങ്ങനെ അവിടെ സോമരാജൻ സാറും അമലും ഒക്കെ ചേർന്ന്, അദ്ദേഹത്തിൻ്റെ മകൻ അമലും അവരുടെ കുടുംബം നടത്തുന്ന ഈ സ്ഥാപനം ഒരു ബിസിനസ് സ്ഥാപനമൊന്നുമല്ല. അവിടെ ജാതിയും മതമൊന്നുമില്ല. സമസ്ത ജാതിയിലും പെട്ട ആളുകൾ അവിടെ ഒരുമിച്ച് താമസിക്കുന്നു. ശരിക്കും നമ്മൾ പറയുന്ന ഒരു മതേതര സങ്കല്പത്തിൽ കഴിഞ്ഞുകൂടുന്ന സ്ഥാപനം. അതിനെ താങ്ങി നിർത്തുന്നത് യൂസഫ് അലിയാണ്. അങ്ങനെ എത്രയെത്ര കാര്യം അദ്ദേഹം പറയാത്ത എത്രയോ അനുഭവങ്ങളുണ്ടാവാം. എത്രയോ പേരുടെ ലോണുകൾ, സാമ്പത്തിക ബാധ്യതയൊക്കെ അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ യൂസഫ് അലിയെ പോലെ ഉള്ള ഒരാളുടെ ഒരു വിമാനമാണ് ഇപ്പോൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അത് വിറ്റ് കിട്ടട്ടെ. വിറ്റ് കിട്ടുന്ന തുക തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിന് വേണ്ടി ഉപയോഗിക്കത്തില്ല. അത് അദ്ദേഹത്തിൻ്റെ ചാരിറ്റി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു താങ്ങായിരിക്കും. അത് ഇല്ലെങ്കിലും അദ്ദേഹം ചെയ്യും. ഏതായാലും പുതിയ വിമാനം അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞു. പ്രേക്ഷകരുടെ ആശങ്കയൊന്നും വേണ്ട. യൂസഫ് ഭായി വിമാനം വിറ്റത് പുതിയത് കൂടുതൽ മെച്ചപ്പെട്ട ഒന്ന് വാങ്ങാൻ വേണ്ടി തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.